അപകട മേഖല സൂചന ബോർഡിനും എന്തോ അപകടം സംഭവിച്ച് പാവം താഴെ വീണ് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാറ് ഇന്നലെ രാത്രി 12 മണിക്ക് വന്ന് പെട്ട ആളുകളാണ്. തിരൂരങ്ങാടിയുള്ളൊരു ഫാമിലി, അവർ എവിടെയോ പോയി വരുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുത്തിലുള്ള ഹമ്പ് ചാടി പിന്നെ ചാടുന്നത് വലിയൊരു കുഴിയിലേക്കാണ്. ആ കുഴി ചാടിയ ഉടനെ തന്നെ കാറിൻ്റെ ആക്സിൽ പൊട്ടി അവർ ഈ റോഡിൽ പെട്ടു. അങ്ങനെ 12 മണിക്ക് 2 കുട്ടികളെയുമായിട്ട് റോട്ടിലിറങ്ങി വന്ന ആ മനുഷ്യനെ സഹായിച്ചത് കർണാടകയിലുള്ള ഒരു ലോറിക്കാരനാണ്. കർണാടകയിലെ ആ ലോറിക്കാരന് അവരുടെ ലോറിയിലേക്ക് കയറ്റുകയും അതുപോലെ തന്നെ ഈ റോഡ് ബ്ലോക്കാക്കിയിട്ട കാറ് കയറ് കെട്ടിക്കൊണ്ട് സൈഡിലേക്ക് വലിച്ചു നിർത്തുകയും ചെയ്ത് അവരെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചു. ഏതായാലും അവർ നിലമ്പൂർ റൂമൊക്കെ എടുത്ത് ഇന്ന് രാവിലെ ആ കാറ് വർക്ക്ഷോപ്പ് നാളെ കൂട്ടിക്കൊണ്ടുവന്ന് നന്നാക്കി വീട്ടിലേക്ക് പോകാൻ ഉള്ള ഒരുക്കത്തിലാണ്. ഏതായാലും ഈ കുഴിയിലാണ് ആ പാവങ്ങളുടെ കാറ് വീണ് ആക്സിൽ പൊട്ടിയത്. ഇത്തരത്തിലുള്ള നിരവധി കുഴികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ കുഴികളിലൊക്കെ ഒരുപാട് ആളുകൾ വീണ് അപകടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നഷ്ടങ്ങളും നാശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന കുഴി നമ്മുടെ ജ്യോതിപ്പടിയിലാണ്. വലിയ കുഴികളാണ്. ആ കുഴിയിലൊക്കെ പാവപ്പെട്ട മനുഷ്യർ 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യാൻ ചൂണ്ടുവിരൽ മഷി പുരട്ടുന്ന ആളുകൾ എല്ലാം സഹിച്ചുകൊണ്ട് ക്ഷമിച്ച് പുറത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം ഉള്ള ആളുകൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ആർക്കും ഒരു മൈൻഡും ഇല്ല. അവരങ്ങനെ സഹിച്ച് അങ്ങനെ പുറത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഓഫ് റോഡിന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത റോഡുകളാണ് നമ്മുടെ നാട്ടിലുള്ള റോഡുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാറപ്പുറത്ത് പുല്ല് മുളക്കുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നല്ല റോഡുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഓഫീസുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ പണി പൂർത്തിയാക്കി അതിൽ കുറേ ഓഫീസർമാരെ ഇരുത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഈ കാണുന്നത് ചന്തക്കുന്നിലാണ്. ചന്തക്കുന്നിലും ഇതുപോലെ തന്നെ വലിയ കുളങ്ങളും പുഴകളും തോടും കിണറൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് സർക്കാർ. ഇതിലൊന്നും കുറച്ച് കല്ലോ മണ്ണോ ഇട്ട് ആ റോഡൊന്ന് ടാർ ചെയ്യാൻ വേണ്ടി അതിനു പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ തന്നെ കൂനുമേൽ കുരു എന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിൻ്റെ റീസ്റ്റോറേഷൻ വർക്കുകൾ അതല്ലെങ്കിൽ പാച്ച് വർക്കൊക്കെ നടക്കുക. പിന്നെ ആ പാച്ച് വർക്ക് ഇട്ട ആ സ്ഥലത്തൂടെ ഒരു മനുഷ്യൻ പോകില്ല. കാരണം ഒരടി കനത്തിലായിരിക്കും അവിടെ പാച്ച് വർക്ക് നടത്തുന്നത്. ഏതായാലും വോട്ട് ചെയ്യുന്ന നികുതി കൊടുക്കുന്ന ജനങ്ങൾ എല്ലാം സഹിച്ച് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി, നിലമ്പൂരിലേക്ക് ഇലക്ഷൻ പ്രചരണത്തിന് വന്നിരുന്നു. അദ്ദേഹം കോടതിപ്പടിയിൽ നിന്ന് തന്നെ തിരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നില്ല. കുറച്ച് വൈകിട്ടാണല്ലോ അയാൾ അമേരിക്കയിൽ പോയത്. ഇപ്പോൾ ഈ വഴിക്ക് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, എത്രയും സൈഡിൽ സ്ഥലങ്ങളുണ്ട്, പക്ഷേ ജനങ്ങൾ ആ അപ്പുറത്ത് കൂടെയാണ് പോകുന്നത്. കാരണം ഈ കുഴിയിലും കുണ്ടിലും ചാടി അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടി നശിപ്പിക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഇതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു നടപടി നിങ്ങൾക്കൊക്കെ കഴിയും എന്നുണ്ടെങ്കിൽ PWDയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ MLAയും നമ്മുടെ കോർപ്പറേഷനും എല്ലാവരും ചേർന്നുകൊണ്ട് ജനങ്ങളുടെ ഈ പ്രയാസം നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. കാരണം പാവപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാ സംസ്ഥാനത്തേക്കാളും കൂടുതൽ 2 രൂപ സെസ് തന്നുകൊണ്ട് ഇന്ധനം വാങ്ങി അത് നിറച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ്. അവരെ നിങ്ങൾ കണ്ടില്ല എന്നടിക്കരുത്. കാരണം പാവപ്പെട്ടവരാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും വിരലിൽ മഷി പുരട്ടിക്കൊണ്ട് വലത്തേ കാലിലെ മന്ത് ഇടത്തേ കാലിലേക്കും ഇടത്തേ കാലിലെ മന്ത് വലത്തേ കാലിലേക്കും മാറ്റി സ്ഥാപിച്ചുകൊണ്ട് പരീക്ഷണം നടത്തുന്ന ഈ പാവപ്പെട്ടവരെ നിങ്ങൾ ഒരു കാരണവശാലും കൈയൊഴിയരുത് എന്നൊരപേക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.